കുറച്ച് ക്രിഞ്ച് ഉണ്ട്, പക്ഷെ നല്ല പടമാണ്. Everyone should watch. It was a super movie. Everyone should watch. ഈ 700 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ മലയാളത്തിൽ നമുക്കൊരു 40 സിനിമ 50 സിനിമ എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാമായിരുന്നു. 50 സിനിമ വമ്പ ഹിറ്റായിട്ട്. ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റെ അടുത്ത കിടിലം പടം മസ്റ്റ് വാച്ച് പടമാണ്. അവർ ഇന്ത്യൻ സിനിമ ചേഞ്ച് ആവുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പടം ആ ലെവലിലാണ് എടുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഇൻ്റർവൽ സീക്വൻസ് കൊണ്ട് നിർത്തുമ്പോൾ നമ്മൾ വിചാരിക്കും സെക്കൻഡ് ഹാഫ് ഈ ഒരു പാറ്റേൺ ആയിരിക്കും. പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ പാറ്റേണിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് സാധനങ്ങളെന്ന് വെച്ചാൽ നല്ല പടം. പ്രഭാസ് ലാസ്റ്റാണ് ആള് നന്നായി വരാം. ഫസ്റ്റ് കുറച്ച് ക്രിഞ്ച് ഉണ്ട്, പക്ഷെ നല്ല പടം. പടം വേറെ ലെവലാണ്. വേറെ ലെവൽ നാഗേഷിൻ്റെ പടത്തിൽ നമ്മൾ ഈ ഒരു ലെവലിൽ പ്രതീക്ഷയല്ല. മഹാനദി സിനിമയ്ക്ക് ശേഷം നാഗേഷ് എടുക്കുന്ന ഒരു പടമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിലാണ് ഒരു ക്ലാസ് ആയിട്ട് ലെവൽ വിചാരിച്ചു വന്നത്. പക്ഷേ അങ്ങനെ ഒന്നുമല്ല. അമ്മാതിരി മേക്കിങ് ഹോളിവുഡ് ലെവലിൽ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. വിഷ്വൽസ് ആണെങ്കിൽ എല്ലാം ഒരു രക്ഷയില്ല. ആക്ടിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആവും. കണ്ടുകൊണ്ടിരിക്കുക മസ്റ്റ് വാച്ച് പടമാണ്. അവർ ഇന്ത്യൻ സിനിമ ചേഞ്ച് ആവുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പടം ആ ലെവലിലാണ് എടുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. അടിപൊളി മൂവി. തിയേറ്റർ വാച്ച് മസ്റ്റാ. ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റെ അടുത്ത കിടിലം പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിഷ്വൽ ട്രീറ്റൊക്കെ സൂപ്പർ. മലയാളമാണ്. കുഴപ്പമൊന്നുമില്ല, കുറ്റം പറയാനായിട്ട് ഒന്നും തോന്നുന്നില്ല. ആദ്യത്തെ ഹാഫ് കുറച്ച് ലാഗായിരുന്നു, പക്ഷേ രണ്ടാമത്തത് ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം. ഇൻ്റർവെല്ലിന് ശേഷം പക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ്. പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. ആരുടെ പേരും എടുത്ത് പറയില്ല. കമലഹാസനായിരുന്നാലും DQ ആയിരുന്നാലും വിജയ് ദേവരകൊണ്ടായിരുന്നാലും രാജമൗലിയൊക്കെ ഒരു സീനുണ്ട്. എല്ലാവരും ഈ 2 മിനിറ്റേ ഉള്ളൂ. പക്ഷേ അത് നമ്മൾ കാണേണ്ട. ഫസ്റ്റ് ഹാഫ് അത്ര ഒരു ഇതില്ല. സെക്കൻഡ് ഹാഫൊക്കെ യൂണിറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്. ഇനി കൽക്കി യൂണിറ്റ്സിൻ്റെ സ്റ്റാർട്ടിങ്. Yeah, it was all super good, and the thing is, Nagashwin really brought out we were dreaming about Marvel and DC coming into India. Right now we are using the mythological characters. It was so good. പടം കൊള്ളാം. നൈസ് പടം. അതായത് നമുക്ക് ബോറോ ലാഗോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. തുടക്കം മുതൽ അവസാനം വരെയും നല്ല എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാം. 3 അവർ ഡ്യൂറേഷൻ ഉണ്ട്. ആക്ച്വലി സമയം പോയത് അറിഞ്ഞില്ല. ഫസ്റ്റ് ഹാഫ് നമ്മുടെ ഇൻ്റർവൽ സീക്വൻസ് കൊണ്ട് നിർത്തുമ്പോൾ നമ്മൾ വിചാരിക്കും സെക്കൻഡ് ഹാഫ് ഈ ഒരു പാറ്റേൺ ആയിരിക്കും. പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ പാറ്റേണിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് സാധനങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ എപ്പിക്കിൽ നിന്നുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇൻസിഡൻസ് ഒക്കെ അതൊക്കെ അവർ നന്നായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. സംഭവം പെർഫോമൻസ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അമിതാഭ് ബച്ചൻ്റെ ഒരു പീക്ക് ലെവലാണ്. അമിതാഭ് ബച്ചൻ വേറൊരു ലെവലെന്ന് വെച്ചാൽ എക്സ്ട്രീം സൈഡാണ് പുള്ളി പെർഫോം ചെയ്തേക്കുന്നത്. അതുപോലെ ഫീമെയിൽ ആക്ട്രസ്മാരിൽ ശോഭന, പിന്നെ കുറച്ച് ക്യാമിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി കൊള്ളാം. നൈസ് പടമാണ്. നമുക്ക് എന്താ പറയുക, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണ്ടിരിക്കാവുന്ന പടം. ഞാൻ മലയാളമുണ്ട്. കൊള്ളാം. നല്ല പടം. സൂപ്പർ പടമായിരുന്നു. VFX എടുത്തു പറയാൻ കമലഹാസൻ കുറച്ച് റോളേ ഉള്ളൂ, പക്ഷേ വേറൊരു വിഷയമായിരുന്നു. കൊള്ളാം. പടം ഒരു രക്ഷയില്ല ബ്രോ. നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ്. നമ്മുടെ ഹിന്ദു മിത്തോളജി അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം ഇഷ്ടപ്പെടും. പിന്നെ വിജയ് ദേവരകൊണ്ട ഒരു ക്യാമിയോ ഒക്കെ നമ്മുടെ പാണ്ഡവാസിലെ ഒരു ക്യാരക്ടറായിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ വരുന്നത്. അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് എടുക്കുന്തോറും പ്രഭാസിൻ്റെ ക്യാരക്ടർ ഒന്ന് റിവീൽ ചെയ്യുന്നുണ്ട്. ഒറിജിനൽ ക്യാരക്ടർ എന്നൊക്കെ നല്ല ഹൈ മൊമെൻറ്റ്സ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ബിൽഡപ്പാണ്. സെക്കൻഡ് ഹാഫ് കൊണ്ടുവരുമ്പം പടം ഫുൾ പൊട്ടൻഷ്യലിലെത്തും. മീൻസ് മലയാളമാണ് കണ്ടത്. മലയാളം ഡബ്ബിങ് എനിക്ക് പൊതുവെ അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും പടം വിഷ്വലി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ 3D മോശമായിരുന്നു. 2D ആണ്. ഞാൻ ഇവിടുത്തെ 3D എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബ്ലറൊക്കെ വന്നായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ കണക്ക് ഈ വിഷ്വലി ഒരു പഞ്ഞമില്ല. ആ ഒരു പുരാണപരമായിട്ടുള്ള ആ ഒരു സ്റ്റോറി ഇല്ലേ, അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഹൈ മൊമെൻറ്റ്സ് വരുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. തന്നെ വന്നിട്ട് കാണണം. കിടില പടം. അന്ന് കണ്ടേ പറ്റും. ഇനി വേറെ ഒന്നും പറയാനില്ല. ഒരു ഹോളിവുഡ് റേഞ്ച് പടമാണ്. നല്ല സ്റ്റാർ കാസ്റ്റ് ആയിരുന്നു. നല്ല ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ഉണ്ട്. പ്രഭാസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. Prabhas is a pan all-star bhaiya. It was super bhaiya. Everyone should watch. It was a super movie. Everyone should watch. Bhagavad Gita has a great role in this movie. Everyone should watch. Thank you bhaiya. It's a family movie. Everyone should watch. പടം ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ കൊള്ളാമെന്ന് പറയാം. പിന്നെ ഇത് കണ്ട് വന്ന VFXും കാര്യങ്ങളൊക്കെ ചുമ്മാ ചവറുപോലെ വരെയിട്ടാണ്. ഈ 700 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ മലയാളത്തിൽ നമുക്കൊരു 40 സിനിമ 50 സിനിമ എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാമായിരുന്നു. 50 സിനിമ വമ്പ ഹിറ്റായിട്ട് വന്നതായിരുന്നു. വെറുതെ 700 കോടി അല്ലെങ്കിൽ ആണെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തിരുന്നെങ്കിൽ പിന്നെ പ്രഭാസിന് വലിയ ഒരു ഇതൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അമിതാഭ് ബച്ചനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ ഇത് കൊടുത്തേക്കുന്നത്.